മോനെ മോനെ സാരിയെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? ശാരി ചെന്നെത്തിയ ഉടനെ കത്തയക്കാന്ന് പറഞ്ഞു പോയതാ അവള്. അവിടെ ചെന്ന ഉടനെ അമ്മ അവള് മറന്നൊന്നുമല്ലമ്മേ. അവൾക്ക് പെട്ടെന്ന് ഡെപ്യൂട്ടേഷനിൽ അമേരിക്ക പോകേണ്ടി വന്നു. അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അവൾ പ്രത്യേകം പറഞ്ഞിരുന്നു. എന്റെ ഭഗവതി, എന്റെ കുട്ടി എവിടെ പോയാലും അവക്ക് നല്ലത് വരുത്തണേ. മോനെ, നീ വിഷമിക്കരുത്. നമ്മുടെ പ്രസീതയുടെ കല്യാണ അടുത്ത ആഴ്ച. ഇതൊന്നും അവളുടെ കുറ്റമല്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു. എല്ലാവർക്കും അറിയായിരുന്നു നീ അവളുടെയാണെന്നും അവൾ നിന്റെയാണെന്നും. ഏതുണ്ണിയേട്ടൻ? അതുപൊടി. അമ്മാവ ഞാൻ. അമ്മാവനോ? അങ്ങനെ ഇവിടെ ആരുമില്ല. നിന്നോട് അകത്ത് പോകാനല്ലേ പറഞ്ഞത്? ഉണ്ണി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മാവനൊക്കെ ശരിയാ. പ്രസീതയുടെ കല്യാണം ഉറപ്പിച്ചു വച്ചിരിക്കുക. നീയോ നശിച്ചു. ഇനി അവളെ കൂടെ നശിപ്പിക്കരുത്. പൊയ്ക്കോ. പോകാനല്ലേ പറഞ്ഞത്? ഉണ്ണീട്ടാ, എന്നോടൊന്നും തോന്നരുത്. ഞാനൊരു പെണ്ണല്ലേ, പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയി. വരരുതെന്നുണ്ടായിരുന്നു, പക്ഷെ മനസ്സ് സമ്മതിച്ചില്ല. പണ്ട് ഓർമ്മകളിൽ എവിടെയോ ഒരുപാട് മണ്ണ് വാരി കളിച്ചിട്ടുണ്ട് നമ്മൾ. നീ എന്റെ മുറപ്പെണ്ണാണെന്ന് ഞാൻ പറഞ്ഞു നടന്നിട്ടുണ്ട്. സാരമില്ല, നിനക്ക് നല്ലത് വരട്ടെ.
സഹായിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ എന്റെ ആരുമായിട്ടല്ല. ഈ റോഡിൽ ഒരു തെരുവ് പട്ടിയെ പോലെ നിങ്ങൾ മരിച്ചു വീഴണമെന്ന് കരുതി, അത്രേ ഉള്ളൂ. ജീവരക്ഷയ്ക്കായി ഞാൻ പാടുപെടുമ്പോ സഹായിക്കാൻ നിങ്ങൾ വരുമെന്ന് ഞാൻ കരുതി, അതുണ്ടായില്ല. ഒരു നന്ദി വാക്കെങ്കിലും പറഞ്ഞൂടെ? താങ്ക്സ്. കൂടെ ഇതുമുണ്ട്, 1 lakh. പണത്തേക്കാൾ വിലയുള്ള മറ്റു പലതും ഈ ലോകത്തുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയി. ഐ എം സോറി. സഹായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സഹായിക്കാനാവില്ലെന്ന് ഇപ്പോഴറിഞ്ഞില്ലേ? നേടാനൊരാവേശമായിരുന്നു, നേടി, വേണ്ടതിലധികം. പക്ഷേ അതിനിടയിൽ പലതും മറന്നു. ഭാര്യ, കുടുംബം, കുട്ടികൾ. എവിടെ തുടങ്ങിയെന്ന് ഓർമ്മയിൽ പോലും വ്യക്തമല്ല. ആരോരുമില്ലാത്ത പ്രസാദ് എന്ന പാവം ചെറുക്കൻ പട്ടിണിയിലൂടെ, കഷ്ടപ്പാടിലൂടെ, കഠിനാധ്വാനത്തിലൂടെ അശ്വിനി പ്രസാദായി മാറി. നേടണം, എല്ലാം വെട്ടിപ്പിടിക്കണം. അശ്വിനി പ്രസാദായി മാറിക്കഴിഞ്ഞപ്പോൾ എന്റെ വിരൽത്തുമ്പിൽ ഈ ലോകം ചലിച്ചു തുടങ്ങി, ഞാൻ ആഗ്രഹിച്ചതുപോലെ. നിന്റെ പേരെനിക്കറിയില്ല, ആരാണെന്ന് പോലും അറിയില്ല. പക്ഷേ നിന്നെ ഇഷ്ടമായി എനിക്ക്. എന്റെ ഈ വലിയ സാമ്രാജ്യം ഒരു അനന്തരാവകാശിക്ക് വേണ്ടി ദാഹിക്കുകയാണ്. പറയൂ, നീ ഒരുക്കമാണോ? മൗനം സമ്മതമെന്ന് കരുതട്ടെ. നിനക്ക് ഞാനൊരു പുതിയ പേര് തരുന്നു, ചക്രവർത്തി. ഒരു ഞൊണ്ടിക്കുതിരെ തിളയ്ക്കാൻ ഇവിടുത്തെ പുല്ലും മുള്ളും കഴിക്കുന്ന 5-6 സിംഹങ്ങൾ പോയി. എന്നിട്ട് എന്തുണ്ടായി? സമ്മാനം കൊടുത്തില്ല അവർക്ക്. ഡാഡി, നമ്മുടെ ശത്രു അശ്വനല്ലേ ഇപ്പോൾ? അവൻ പുറത്തു വന്നു. ആര്? ഉണ്ണി. ഉണ്ണിശങ്കർ പുറത്തു വന്നു. രണ്ടിനെ തട്ടിയേക്ക്.